ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, കൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിൻ്റെ മാധ്യമ പ്രവർത്തകരും. കഴിഞ്ഞ ദിവസം നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ച് ഒരു ചോദ്യം ഉയർന്നു. മിസ്റ്റർ മോദി, ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രരായ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി നൽകിക്കൂടെയെന്ന്. പക്ഷേ തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ, ക്യാമറകൾക്ക് മുന്നിൽ മുഖം നൽകാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടന്നു നീങ്ങി. ഇന്ത്യയിൽ ഇത് പതിവ് കാഴ്ചയായിരിക്കാം, പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. മെയ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനം. നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഹഗർസ്റ്റോറുമായി സംയുക്ത വാർത്താക്കുറിപ്പ് ഇറക്കിയ ശേഷം മടങ്ങിയായിരുന്നു മോദി. അപ്പോഴാണ് നോർവീജിയൻ പത്രത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ഹെല്ല ലിങ് ഒരു ചോദ്യം ഉന്നയിച്ചത്. വെറുമൊരു ചോദ്യമായിരുന്നില്ല അത്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. ഇന്ത്യ ആകട്ടെ 150-ന് മുകളിലും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ എന്തുകൊണ്ടാണ് ഒരു പ്രസ് കോൺഫറൻസ് പോലും നടത്താത്തത് എന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ചോദ്യമാണ് അവിടെ മുഴങ്ങിയത്. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് തൊട്ടുപിന്നാലെ ചോദ്യം ചോദിച്ച ഹെല്ല ലിങ്ങിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ അക്കൗണ്ടുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഔദ്യോഗികമായി ചോദ്യം ചോദിച്ച ഒരു വിദേശ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഇന്ത്യയിലെ ഭരണപക്ഷ അനുകൂല സൈബർ വിങ്ങുകളിൽ നിന്ന് അതിരൂക്ഷമായ അക്രമമാണ് ഉണ്ടായത്. ഒരു ചോദ്യം ചോദിച്ചാൽ അക്കൗണ്ടുകൾ ഇല്ലാതാക്കുന്ന ഡിജിറ്റൽ സെൻസർഷിപ്പ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സംഭവം വിവാദമായതോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നോർവേയിൽ വെച്ച് ഒരു പ്രത്യേക പത്രസമ്മേളനം നടത്തി. അവിടെയും ഹെല്ല ലിങ് എത്തി. ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി സിബി ജോർജ് നൽകിയ മറുപടി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. ഡൽഹിയിൽ മാത്രം 100 കണക്കിന് ചാനലുകൾ ഉണ്ടെന്നും വിദേശത്തിരിക്കുന്ന ചില NGOകളുടെ റിപ്പോർട്ട് വായിച്ചാണ് മാധ്യമങ്ങൾ സംസാരിക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഇന്ത്യയുടെ ജനാധിപത്യത്തെ അളക്കാൻ വിദേശികൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് പതിവ് ശൈലിയിലുള്ള നയതന്ത്ര പ്രതിരോധം. ഒടുവിൽ മറുപടിയിൽ പ്രതിഷേധിച്ച് ആ മാധ്യമ പ്രവർത്തകയ്ക്ക് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇന്ത്യയിൽ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ഒരൊറ്റ ഓപ്പൺ പ്രസ് കോൺഫറൻസ് പോലും നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഈ സംഭവത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിദേശത്ത് ചെന്ന് ഇത്തരം ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്നത്? കാരണം ലളിതമാണ്. ഇന്ത്യയിലെ മുഖ്യധാര ദേശീയ മാധ്യമങ്ങൾ ഇന്ന് ജനങ്ങളുടെ ചോദ്യങ്ങൾ ഭരണകൂടത്തോട് ചോദിക്കാറില്ല. പകരം ഭരണകൂടത്തിൻ്റെ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോടും ജനങ്ങളോടും ചോദിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ മാധ്യമങ്ങളെ ഇന്ന് വിമർശകർ വിളിക്കുന്നത് ഗോദി മീഡിയ എന്നാണ്. ദേശീയ മാധ്യമങ്ങൾ ഇന്ന് മാധ്യമ പ്രവർത്തനം നടത്തുകയല്ല, മറിച്ച് ഭരണകക്ഷിയുടെ PR ടീം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. വലിപ്പമേറിയ പരസ്യങ്ങളും ഭരണകൂടത്തിൻ്റെ ആനുകൂല്യങ്ങളും പറ്റി അവർ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മറച്ചു വയ്ക്കുന്നു. പ്രധാനമന്ത്രി നൽകുന്ന അഭിമുഖങ്ങൾ പോലും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചുള്ളതാണ്. അവിടെ കഠിനമായ ചോദ്യങ്ങളില്ല, മറുചോദ്യങ്ങളില്ല, വെറും പുകഴ്ത്തലുകൾ മാത്രം. ഈ സുരക്ഷിത വലയത്തിൽ നിന്ന് പെട്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഭരണകൂടത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഭരണകൂടത്തെയോ പ്രധാനമന്ത്രിയോ ചോദ്യം ചെയ്താൽ എന്താണ് സംഭവിക്കുക? അവിടെയാണ് സംഘപരിവാർ സൈബർ കൂട്ടങ്ങളുടെ എൻട്രി. ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന വലിയൊരു സൈബർ ശൃംഖല തന്നെയുണ്ട്. ഫാക്ട് ചെക്കന്മാരെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടുക, അവരെ ദേശവിരുദ്ധർ എന്ന് മുദ്രകുത്തുക എന്നത് ഇവരുടെ സ്ഥിരം രീതിയാണ്. ഈ സൈബർ ആക്രമണം ഭയന്ന് പല ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരും സത്യം വിളിച്ചു പറയാൻ മടിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവനെ ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ കൊന്നുകൊലവിളിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇതേ രീതി തന്നെയാണ് ഓസ്ലോയിൽ ചോദ്യം ചോദിച്ച ഹെല്ല ലിങ്ങിന് നേരെ ഉണ്ടായത്. ലക്ഷക്കണക്കിന് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നുള്ള കൂട്ടത്തോടെയുള്ള റിപ്പോർട്ടിംഗാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ പൂട്ടിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണ് മാധ്യമങ്ങൾ. ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞേക്കാം, പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഓസ്ട്രേലിയയിലെ ആ ചോദ്യം ഒരു വ്യക്തിയുടേതല്ല, ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ചോദ്യങ്ങളുടെ തുടർച്ചയാണ്.